സ്പെഷ്യൽ വ്ളോഗാണ്. എന്താ 200 Pro ആണ് ഞാൻ എടുക്കുന്നത്. അതിലൊരു ടെലിസ്കോപ്പിക് ലെൻസെല്ലാം ക്രോമ. ഇതാണ് നമ്മൾ ഇലക്ട്രോണിക് സിറ്റി നീലാദ്രിയിലെ ക്രോമ. ഇവിടെ നിന്നാണ് നമ്മൾ മൊബൈൽ എടുക്കുന്നത്. നമ്മളിതാ X200 Pro നമ്മൾക്ക് കൈസ കിട്ടിയിട്ടില്ലത്. ഇത്ര ഇതിൽ പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് സാംസങ് അല്ലെങ്കിൽ ഐഫോണാണ്. നമ്മൾക്ക് അതിനൊന്നും സമയമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് എടുക്കണം, റെഡി ടു സോഷ്യൽ മീഡിയ ആയിരിക്കണം. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഫൈനലി ഞാനിത് ചൂസ് ചെയ്തത്. സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ഉണ്ട്. സ്റ്റിൽ ഞാനെന്നിട്ട് ഇതിപ്പം മേടിക്കുക ചെയ്തത്. ഫൈനലി മേടിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇത് ചെയ്തേ മതിയാവും. കിഡിലും കണ്ട ക്യാമറ നല്ല പിന്നെ SLR DSLR ലെവലിൽ ഫോട്ടോക്ക് DSLR മേടിക്കാം. പക്ഷേ ഇതൊക്കെ ഐഫോൺ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഷോ ഓഫ് ആണ്. ആൾക്കാർക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഇത്ര പൈസേൻ്റെ സാധനമാണെന്ന്. ഇതെന്ന് പറയുമ്പം ആ ഷോ ഓഫിനാണെങ്കിൽ ഈ ഫോണൊന്നും എടുക്കാം. ഷോ ഓഫിനാരും ഈ ഫോൺ എടുക്കില്ല. അതെ ഒരു കുന്തു എഴുതിയിട്ടില്ല ഇതിൻ്റെ മുകളിൽ. വൈ അത് വളരെ മോശമായി പോയല്ലോ വിവോ. അറിയില്ല ഇനി ഡെസ്പ് ആവോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ യൂസ് ചെയ്യുമ്പം ഈ ഒരുപാട് കാശ് കൊടുത്തിട്ട് നമ്മൾ വിചാരിച്ച എക്സ്പെക്ടേഷനിൽ സാധനം വരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ വരുമല്ലോ. അടുത്ത ഒരു വ്ളോഗ് ഇനി അങ്ങോട്ടേക്കില്ല. എൻ്റെ വ്ളോഗ് വന്നിട്ട് ഈ വിവോ X200 ഹായ്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താന്ന് പറയുമ്പോൾ സമയം ഇത് രാത്രി 9 മണി കഴിഞ്ഞ്. നമ്മൾ നീലാദ്രിയിലെ ഇലക്ട്രോണിക് സിറ്റി, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള നീലാദ്രിയിലാണ് ഉള്ളത്. നമ്മൾ പോകുന്നത് ക്രോമയിലേക്ക് പോവുകയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയല്ല 1-2 ആഴ്ചയായിട്ട് നമ്മളെ ഫോൺ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഫോൺ എടുത്തേ പിന്നെയാണ് ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. എന്താ വെച്ചാൽ ഇതിലാണ് OS-ഉം പണ്ട് OS ഒന്നും ഇല്ലാത്ത, മീൻസ് ഒപ്റ്റിക്കൽ ഇമേജ് സെൻസർ അതൊന്നും ഇല്ലാത്ത ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ അത് മേടിച്ചത് ഓപ്പോ Reno 10 Pro ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഈ വ്ളോഗ് എടുക്കുന്നത്. ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇതിലാണ് വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. ആപ്പിളും എന്താ പറയുക, ആപ്പിളിൻ്റെ 16 Pro Max ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേങ്കിൽ നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂസും അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. പിന്നെ സാംസങ് അൾട്ര അതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. ഭയങ്കരമായി ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ എടുക്കാൻ പോകുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവോൻ്റെ ഇപ്പം ഭയങ്കര ഹൈപ്പായിട്ട് യൂട്യൂബിലും കഴിഞ്ഞ കുറച്ചായിട്ട് ഭയങ്കര ഇതായി നടക്കുന്ന ഡിസ്കഷൻ നടക്കുന്ന ഫോണാണ് വിവോൻ്റെ 200 Pro ആണ് ഞാൻ എടുക്കുന്നത്. അതിലൊരു ടെലിസ്കോപ്പിക് ലെൻസെല്ലാം അടിപൊളിയാണ്. അപ്പോൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് എടുക്കുന്നത് ഒരു ചൈന ഫോണാണ്. അത് നോക്കണം. അപ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടോയെന്നില്ല. പക്ഷേങ്കിൽ എനിക്കും ഈ ക്ലാരിറ്റി എല്ലാം കറക്റ്റായിട്ട് വരുമോ ഒന്നും അറിയില്ലല്ലോ. നമ്മൾ യൂട്യൂബിൽ റിവ്യൂസ് കാണുന്ന പോലെയല്ലല്ലോ ആക്ച്വലി. അപ്പോൾ ഏതായാലും ഇത് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ സാധനം ഇത് എവിടെയും ഇല്ല. ഞാൻ റിലയൻസിൻ്റെ നോക്കി, ഓൺലൈനുണ്ട്. ഓൺലൈനിൽ പിന്നെ ഞാനിപ്പം കുറച്ചായിട്ട് കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും ഓൺലൈനിൽ ഞാൻ ഓപ്റ്റ് ചെയ്യാറില്ല. എന്താ വെച്ചാൽ ചിലപ്പം വല്ല റീഫർബിഷ്ഡും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ ഓപ്റ്റ് ചെയ്യാറില്ല ഓൺലൈന്. അതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി ആയ സാധനമൊക്കെ ആകുമ്പോൾ നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ക്രോമയിൽ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ക്രോമയിലും ഇവിടെ ശരിക്കും ഇല്ല. ഇപ്പോഴും ഫോൺ വന്നോന്ന് അറിയില്ല. നേരത്തെ അവനോട് പറഞ്ഞ് അവൻ വേറെ സെൻറ്ററിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റോക്ക് വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റിൽ എത്തുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മളത് എടുക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ ഏതായാലും നമ്മളിപ്പം ക്രോമയിൽ പോയി ആ സാധനം അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും എല്ലാം ആയൊരു വീഡിയോ മാത്രമാണ് ഇത്. അപ്പോൾ ഏതായാലും എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത്രയും പൈസ കൊടുത്ത് സാധനം മേടിക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് 100% ഷുവറാണ്. ഈ വിവോ, ഓപ്പോ, ഇതിപ്പോൾ ഓപ്പോ ആണ് ഇപ്പോൾ വിവോയിലേക്കാണ് പോകുന്നത്. അവർ ക്യാമറ എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് ഈ ഐഫോണിലൊക്കെ ഒറിജിനൽ ഇമേജൊക്കെ നാച്ചുറൽ ഇമേജാണ് ഉണ്ടാവുക. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കുറച്ചൊന്ന് ബ്യൂട്ടിഫൈലും സെറ്റപ്പിലും ആക്കി തന്നാൽ നമ്മൾക്ക് ഇതിനൊന്നും അധികം സമയമില്ലല്ലോ. നമ്മളൊരു ഭയങ്കരമായ യൂട്യൂബറൊന്നും അല്ല. അപ്പോൾ നമ്മൾ ഒരു പിന്നെ ക്രോമ. ഇതാണ് നമ്മളെ ഇലക്ട്രോണിക് സിറ്റി നീലാദ്രിയിലെ ക്രോമ. ഇവിടെ നിന്നാണ് നമ്മൾ മൊബൈൽ എടുക്കുന്നത്. അപ്പോൾ സാധനം ഇപ്പം അവർ വിളിച്ചായിരുന്നു, സാധനം ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് പോയ പാട് സാധനം നമ്മളെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ക്രോമയിൽ എത്തിയിട്ട് കാണാം. ನಿಮ್ಮ ಹತ್ರ ನಾ ಡಿಸ್ಕಸ್ ಮಾಡಿದ್ದು നമ്മളിതാ X200 Pro നമ്മൾക്ക് കൈസ കിട്ടിയിട്ടില്ലത്. പിന്നെ
പാക്ക് പൊളിച്ചില്ല, അൺപാക്ക് ചെയ്തില്ല, ഇനി ചെക്ക് ചെയ്യണത് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അൺബോക്സ് വീട്ടിൽ പോയിട്ട് ചെയ്യാം. നമ്മൾ ഈ ക്രോമയിൽ നിന്നാണ് നമ്മളെ JBL ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം എടുത്തത് ക്രോമയിൽ നിന്നാണ്. വാഷിംഗ് മെഷീൻ നമ്മൾ ഒരുപാട് സാധനം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കോസ്റ്റ്ലി ആയ സാധനം. ഇത് പ്രൈസ് വന്നിട്ട് 95,000 എടുത്താൽ ₹1 നമുക്ക് തിരിച്ചു കിട്ടും. 94,999 അതാണ് പ്രൈസ്. ഏതായാലും നല്ല അടിപൊളി ബോക്സാണ്. ഓക്കെ, കളറ് ഞാൻ എടുത്തതും ടൈറ്റാനിയം ഗ്രേ ആണ് കളർ എടുത്തത്. ടൈറ്റാനിയം ഗ്രേ കളറാണ് എടുത്തത്. 16 GB റാമും 512 GB റോമും. അപ്പോൾ ഓക്കെ, നമുക്കിനി വീട്ടിൽ പോയിട്ട് ഇത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് കാണാം മൊബൈൽ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഹായ്. അങ്ങനെ നമ്മൾ വിവോ X200 Pro നമ്മൾ ക്രോമയിൽ നിന്ന് മേടിച്ചിട്ടിതാ വീട്ടിലെത്തി. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 2 ആഴ്ചത്തോളം ഇങ്ങനെ മെയിനായിട്ട് ഈ സാധനത്തിൽ നിന്ന് എത്താനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ X200 Pro എത്താനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ മൈജിയിൽ പോയായിരുന്നു. മൈജിയിൽ പോയാലാണ് ഞാനിത് കാണുന്നത്. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും സൂമിങ് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ നോക്കി അവിടുന്ന്. അപ്പോൾ ഒരു തരക്കേടില്ലാത്ത സാധനം മേടിക്കണം എന്നൊക്കെ അവിടെ നിന്നാണ് തോന്നിയത്. അങ്ങനെ തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇപ്പോൾ എന്താ പറയുക, AI വർക്ക് ചെയ്യല്ലേ, നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഭയങ്കരമായ ടെംപ്റ്റേഷൻ ഉണ്ടാക്കും. യൂട്യൂബ് വഴിയാണ് ഇപ്പോൾ ഏറ്റവും സെയിൽ കിടക്കുന്നത് തോന്നുന്നത്. അങ്ങനെ ഞാനും ആ ഹൈപ്പിൽ വീണു, അതാണ് സത്യം. അപ്പോൾ പിന്നെ അതുമല്ല, കുറേ ഞാൻ എന്നിട്ട് നോക്കി. എന്താ വെച്ചാൽ ഒന്നാമത് ഒരുപാട് ഇന്നേ വരെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് റെനോ എന്ന് പറഞ്ഞു 10 Pro. അത് ഏകദേശം 30,000 റേഞ്ചിൽ വരുന്ന ഫോണാണ്. ഇപ്പം 33 അങ്ങനെ എന്തോ ഉണ്ട്. അതിന് ഓഫറിലാകുമ്പോൾ ഒരു 30 ആ ഒരു ലെവലിൽ കിട്ടും. അപ്പോൾ അതാണ് ഇത്രയും കാലം യൂസ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് എനിക്ക് അതിലില്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് 4K ഇല്ല. 4K എന്ന് പറഞ്ഞാൽ പറ്റും 30 FPS ഉള്ളൂ. 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം അതൊന്നും നോക്കിയില്ല, ചുമ്മാ അങ്ങ് മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെ 1-2 ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചില സമയത്ത് മാക്സിമം എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നത് ഒരു 2x മാക്സിമം സൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു പ്രശ്നമായിരുന്നു. ചില സമയത്ത് നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നേരം എന്തായാലും ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചാലും ഇത്ര ഒരു റേഞ്ചിൽ പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ഇത്ര ഇതിൽ പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് സാംസങ് അല്ലെങ്കിൽ ഐഫോണാണ്. അപ്പോൾ ഐഫോണിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ നാച്ചുറൽ കളർ എനിക്ക് പിടിക്കില്ല, അത് മോഡിഫൈ ഇല്ല. ഇപ്പോൾ ഓപ്പോ ഫോണിലാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർ വക ഒരു എൻഹാൻസിങ് ചെയ്യാനുണ്ട്. അത് ഒരു എക്സ്ട്രാ കളറൊക്കെ കൊടുത്തിട്ട് നല്ല ഇതായിട്ട്. അത് സാംസങ്ങിലും കുറവാണ്. പക്ഷേങ്കിൽ വിവോ ഓപ്പോ ഫോൺ പോലെ തന്നെ ആണെങ്കിൽ നമുക്ക് ശരിക്ക് അടിപൊളിയാക്കി തരും. ശരിക്കും അത് വേണം എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലാണ്ട് നമ്മൾ ഇത്രയും വലിയ പൈസയും കൊടുത്ത് ഫോൺ മേടിച്ച് അതിൻ്റെ ഇപ്പം ചെയ്യുന്നവർക്ക് ഓക്കെ, ഡിസൈൻ ഇതിനെ പറ്റിയിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം 10 ബിറ്റിലൊക്കെ എടുത്തിട്ട് കളർ ഗ്രേഡൊക്കെ ചെയ്യുന്നവർക്ക് ഓക്കെയാണ്. നമ്മൾക്ക് അതിനൊന്നും സമയമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് എടുക്കണം, റെഡി ടു സോഷ്യൽ മീഡിയ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ 2 ഫോണിലും പോകാത്തത്. അല്ലെങ്കിൽ ഇത്രയും കാശ് കൊടുക്കുമ്പോൾ സാധാരണ അത് ചിന്തിക്കും. അപ്പോൾ ഇതിലെന്തായാലും എടുത്ത ഫോട്ടോ ഈ ഓപ്പോ ഒരു പ്രോസസ്സ് ചെയ്ത് സൂപ്പറാക്കി തരുമെന്ന് എനിക്കറിയാം. ഓപ്പോ അല്ല, ഈ റെനോ ഓൾമോസ്റ്റ് ബോത്ത് ആർ സെയിം ആണ്. നിയർ അവർ ചൈന ഫോണല്ലേ, അപ്പോൾ അവരത് എന്തായാലും അതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഫൈനലി ഞാനിത് ചൂസ് ചെയ്തത്. പിന്നെ എല്ലാ വീഡിയോയിലും നോക്കുമ്പോൾ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി എല്ലാവരും അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫി അടിപൊളിയാണെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ വീഡിയോഗ്രാഫി ആൾക്കാരെല്ലാം അത്ര പോരാന്ന് പറയുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ഉണ്ട്. സ്റ്റിൽ ഞാൻ എന്നിട്ട് ഇത് ഇപ്പം മേടിക്കുക ചെയ്തത്. അപ്പോൾ നമുക്കിത് ഏതായാലും ഓപ്പൺ ചെയ്യാം. അപ്പോൾ മേടിക്കാൻ കാരണം തന്നെ ഓക്കെ, എന്തായാലും എൻ്റെ ഇപ്പോൾ ഓപ്പോ ഉണ്ടല്ലോ, അതിൻ്റെ ആ റേഞ്ചിന് കുറച്ച് കൂടുതൽ നമുക്ക് 4K ഇതും ഇതിൽ 120 FPS ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കുറച്ച് എന്തോ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയോ അങ്ങനെ എന്തോ കിട്ടും. അപ്പോൾ അത് കുറച്ച് നല്ല ബാക്കപ്പ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അങ്ങനെ 1-2 കാര്യം ഇല്ലോണ്ടാണ് പിന്നെ നമ്മളിത് ചൂസ് ചെയ്തത്. ഓക്കെ, ഏതായാലും ഫൈനലി മേടിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇത് ചെയ്തേ മതിയാവും. ഇത് അവരവിടെ വാറണ്ടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഓപ്പൺ ചെയ്തു. വാറണ്ടിയൊക്കെ അവർ 1 ഇയർ വാറണ്ടി ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മളിത് ഈ സാധനമാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിരുന്നത് ഫോണിൻ്റെ. അപ്പോൾ ഓൾറെഡി ഇതൊന്ന് ഓപ്പൺ ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടി നമുക്ക് ഫോൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ,
കിഡിലും കണ്ട ക്യാമറ നല്ല പിന്നെ SLR DSLR ലെവലിൽ ഫോട്ടോയ്ക്ക് DSLR ലെവൽ വരുന്ന എല്ലാവരും ഉറപ്പാണ്. വീഡിയോൻ്റെ കാര്യത്തിൽ ഇതുള്ളൂ. അപ്പം ഇതാണ് ഫോണ് കണ്ട. ഇതിൻ്റെ ഓണും ഇതിലും നമുക്ക് പിന്നെ കാണാം. ഇതിൽ സെറ്റ് ചെയ്യണം അത്ര ഒന്നും സെറ്റ് ചെയ്യില്ല കണ്ട. കിഡിലെ ഫോണാണ്. ഇതിൻ്റെ ക്യാമറേൻ്റെ വലിയ ക്യാമറയാണ്. ഞാനിത് വീഡിയോഗ്രാഫിക്ക് വേണ്ടി മാത്രമേ ഞാൻ യൂസ് ചെയ്യൂ. അപ്പോൾ വേറെ ഇപ്പം ബോക്സിലെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഇത് നമ്മളെ സിമ്മിൻ്റെ ഇതുണ്ട്. സിമ്മ് ഇടുന്നത് ഇതിന് നമുക്കൊരു കവർ തരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഇതേപോലെ തന്നെ ഒരു കവർ തരുന്നുണ്ട്. പിന്നെ ഇത് സെയ്സിൻ്റെ ക്യാമറയാണ്. കൊളാബറേഷൻ ഉണ്ട്. ഈ കമ്പനി നമ്മളിവിടെ ബാംഗ്ലൂരിൽ ഞാൻ കണ്ടായിരുന്നു. നമ്മളെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ട്. അവിടെ എന്തെന്ന് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഈ കമ്പനി എന്തെന്നാണെന്ന് അറിയില്ല. ഇതിൻ്റെ കൂടെ എന്തോ ഒരു സാധനം കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു കെയർ നോട്ടിൽ എന്തോ കാർഡാണ്. അപ്പോൾ ഇത് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് നല്ല സിലിക്കോൺ ടൈപ്പ് സംഭവമാണ്. നമുക്കിത് ഇതിനിടുവാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിന്നെ ഇത് വരുന്നുണ്ട് കണ്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല മോശമില്ലാത്ത ഡീസൻറ്റിൽ സാധനം അവിടെ കിടക്കും. സ്ക്രാച്ചസ് ഒന്നും ആവില്ല. ഇപ്പോൾ ഗ്ലാസ്സിന് നിലത്ത് വെച്ചാലൊന്നും നമുക്കങ്ങനെ ഇവിടെ സ്ക്രാച്ചസ് ആവും. സ്ക്രാച്ചസ് വരാണ്ട് നോക്കണം. സ്ക്രാച്ചസ് വന്നാൽ പിന്നെ ഫോട്ടോ ക്ലാരിറ്റീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് തിരിച്ചു വെക്കുന്നതാണ് നല്ലത് എപ്പോഴും വെക്കുമ്പോൾ. ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചാർജർ ഉണ്ട്. ഈ ഐഫോണും എനിക്കൊന്ന് സാംസങ്ങിന് കിട്ടുമെന്ന് അറിയില്ല. ചാർജറൊന്നും കിട്ടില്ല. എക്സ്ട്രാ മേടിക്കണം. ഈ ഐഫോണിൻ്റെ ഒക്കെ പ്രശ്നം അതാണ്. നമ്മൾ സോഫ്റ്റ്വെയർ മേടിക്കണം. പക്ഷേ ഇതൊക്കെ ഐഫോൺ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഷോ ഓഫ് ആണ്. ആൾക്കാർക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഇത്ര പൈസേൻ്റെ സാധനമാണെന്ന്. ഇതെന്ന് പറയുമ്പം ആ ഷോ ഓഫിനാണെങ്കിൽ ഈ ഫോണൊന്നും എടുക്കാം. ഷോ ഓഫിനാരും ഈ ഫോൺ എടുക്കില്ല. നമ്മളെ കാര്യം നടക്കണം. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി മാത്രം നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ചാർജ്. അയ്യോ ഈ ചാർജറിനൊന്നും എഴുതിയിട്ടില്ലല്ലോ. 90 വാട്ട് ചാർജറാണ്. ഒരു കുന്തും എഴുതിയിട്ടില്ല ഇതിൻ്റെ മുകളിൽ. അത് വളരെ മോശമായി പോയല്ലോ വിവോ. എൻ്റെ ഈ ചാർജർ നോക്കിയാൽ ഇത്രയും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ. ഇത് കണ്ടോ ഓപ്പോൻ്റെ ചാർജർ. ഇതിൽ എഴുതിയിട്ടുണ്ട് 80 വാട്ട്സ്. കാണാൻ തന്നെ ഒരു ഡീസൻ്റ് ഉണ്ട്. നല്ല ഗ്ലോസിയാണ്. ഇവന്മാരത് മാറ്റ് ഫിനിഷ് ഒരു കുന്തും എഴുതിയിട്ടില്ല. ഇതിൻ്റെ പുറകിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് വളരെ മോശമായിപ്പോയി. ഇതിൽ എഴുതണം ശരിക്കും എത്ര വാട്ട്സാണെന്ന്. കാണുമ്പം ലോക്കലാണെന്ന് സംശയിച്ചു പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. പിന്നെ ചാർജിങ് കേബിള്. അപ്പോൾ ഇതിൽ ഫോണിലും സെറ്റ് ചെയ്യണം. പിന്നെ ഏതായാലും പിന്നെ മോശമൊന്നുമില്ല. ഹാൻഡി ആണോ എന്ന് വെച്ചാൽ കുറച്ച് ഹെവിയാണ്, കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ വലിപ്പം വേണമല്ലോ. ഞാൻ മെയിനായിട്ട് ഇത് എടുക്കുന്നതിന് മുന്നിൽ ഈ ഫോൺ ഓപ്റ്റ് ചെയ്യുന്നതിന് മുന്നിൽ ഞാൻ കുറേ നമ്മളെ ഇതിൻ്റെ എല്ലാം DJIൻ്റെ ഓസ്മോ എല്ലാം ഉണ്ട്. ഓസ്മോ മിനി ഉണ്ട്. പിന്നെ അതൊക്കെ കുറേ നോക്കിയായിരുന്നു. 70,000 ആ ലെവലിൽ അങ്ങനായിരുന്നു അത്. അപ്പോൾ അതിലെല്ലാം പ്രശ്നം ഇതാണ്. നമുക്ക് ഇതാവുമ്പം ഈ ഫോണിൽ നമുക്ക് വ്ളോഗിങ്ങിനായിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ എഡിറ്റിങ്ങും എല്ലാം ചെയ്യാം. മറ്റേതാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റി വേറെയിലിടണം, ലാപ്ടോപ്പിലാക്കണം, അല്ലെങ്കിൽ വേറെ ഫോണിലാക്കിയിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇത്രയും വലിയ സ്ക്രീനിൽ കണ്ടിട്ട് വീഡിയോ എടുക്കുന്നതും അത് വേറെ തന്നെ രസമാണ് ശരിക്കും. അതെല്ലാം കൊണ്ടാണ് അതിൽ പോകാൻ ഞാൻ പിന്നെ ആക്ഷൻ ക്യാമറ വ്ളോഗിന് യൂസ് ചെയ്യും. പക്ഷേ ആക്ഷൻ ക്യാമറ എടുത്താലും സൂമിങ് ഇഷ്യൂസ് ഉണ്ട്. അതൊന്നും പറ്റൂല. നമുക്ക് ഈ വീഡിയോയിൽ ആക്കുമ്പോഴല്ലേ കാണാൻ പറ്റൂ. അപ്പോൾ അതൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമ്മൾ ക്യാമറ മേടിച്ചത്. ഇനി ഇത് നമ്മളെ ഹൈപ്പ് കണ്ടിട്ട് നമ്മൾ മേടിച്ചു. ഇത്രയും പൈസ കൊടുത്തിട്ട് ക്യാമറ ആദ്യമായിട്ടാണ് ഒരു ഫോൺ ഞാൻ ക്യാമറയായിട്ട് കാണുന്നില്ല. ഇതിനൊരു ഫോണായിട്ട് ഞാൻ കാണുന്നില്ല. ഞാനിതൊരു ഫോണായിട്ട് യൂസ് ചെയ്യാനും പോകുന്നില്ല. ഒരു സിമ്മ് ജസ്റ്റ് ഇടണം പേരിന്. നമുക്ക് വ്ളോഗിങ്ങിനും നമ്മളെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ഫോൺ യൂസ് ചെയ്യുക. മറ്റേ ഫോൺ നമ്മൾ ഓപ്പോ ഉണ്ട്, അതന്നെ യൂസ് ചെയ്യും. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ OS മാറ്റമുണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഇതിൽ ഓപ്പോയിൽ റെനോയിൽ കളർ OS ആയിരുന്നു. ഇതിൽ ഫൺ ടച്ച് ആണ്. അപ്പോൾ ഈ ഫൺ ടച്ചിനെ പറ്റിയിട്ട് കുറേ ആൾ മോശം സോഫ്റ്റ്വെയർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് എങ്ങനെ എഫക്റ്റ് ആവുമോയെന്ന് അറിയില്ല. ഇനി ഡെസ്പ് ആവുമോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ യൂസ് ചെയ്യുമ്പം ഈ ഒരുപാട് കാശ് കൊടുത്തിട്ട് നമ്മൾ വിചാരിച്ച എക്സ്പെക്റ്റേഷനിൽ സാധനം വരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ വരുമല്ലോ. അപ്പോൾ ക്യാമറ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ വീഡിയോ എങ്ങനെയാണെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് ഇതിൽ. നമ്മളെ ഈവൻ ഫ്രണ്ട് ക്യാമറക്കും പിന്നെ 60 FPS ഉണ്ട്, പോർട്രേറ്റ് വീഡിയോസ് ഉണ്ട്, നമ്മളെ സിനിമാറ്റിക് വീഡിയോ എന്ന് പറയുന്ന പോലെ പോർട്രേറ്റ് വീഡിയോസ് ഉണ്ട്. ഫ്രണ്ടിലും ഉണ്ട് 60 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിൽ 4K അപ് ടു 8K വീഡിയോ എടുക്കാം. 8K ഒന്നും എടുക്കുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 4Kയിലേക്ക് മാറണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഏതായാലും അടുത്ത ഒരു വ്ളോഗ് ഇനി അങ്ങോട്ടേക്കില്ല, എൻ്റെ വ്ളോഗ് വന്നിട്ട് ഈ വിവോ X200 നിങ്ങൾ കാണുന്നത്. അപ്പോൾ അടുത്ത് തന്നെ നമുക്കൊരു വ്ളോഗുമായിട്ട്, അതുവരെ ഇതിനൊന്ന് കാര്യമൊന്ന് പഠിക്കട്ടെ. അപ്പോൾ അടുത്ത് തന്നെ ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ബൈ.